ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1692. ഇന്ന് ഓഗസ്റ്റ് മാസം 18-ാം തീയതി 231-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ഭൂമിയിലെ ഏറ്റവും വിശ്വാസത്തിന്റെ ഇടമേതാണ്? ഏറ്റവും വിശ്വാസം വേണ്ട ഇടമേതാണ്? ദാമ്പത്യം തന്നെയാണ്. അവിടെ അത് എപ്പോഴോ അഴിഞ്ഞും ഉലഞ്ഞും വല്ലാതെ തകർന്നും പോയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചറിയാതെ പോലുമാണ് അതിനകത്ത് ഇരുവരും ജീവിച്ച് പോരുന്നത്. പിന്നെങ്ങനെയാണ് അതിന്റെ തുടർച്ചയായ മക്കള്, തലമുറ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യബന്ധങ്ങളും, എല്ലാ മനുഷ്യബന്ധങ്ങളും ആവിർഭവിക്കുന്നത് ദാമ്പത്യത്തിൽ നിന്ന് തന്നെയല്ലേ? അപ്പോൾ ബന്ധങ്ങളിലൊക്കെ ഈ വിശ്വാസത്തിന്റെ കുറവും അവിശ്വാസത്തിന്റെ അളവ് കൂടുന്നതുമൊക്കെ ഒന്ന് പരിഹരിക്കണ്ടേ? 100% ഒരാളെ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ അഭിമാനത്തോടുകൂടി പറയാറുള്ളത്, അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. 100% വിശ്വസിക്കുമ്പോൾ അത് അയാളെ അങ്ങനെ വിശ്വാസത്തിൽ എടുക്കുമ്പോൾ അയാളുടെ കഴിവിനെയും വൈദഗ്ധ്യത്തെയും മാത്രമാണ് നമ്മൾ 100% വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല കേട്ടോ, അയാളുടെ വൈദഗ്ധ്യത്തെയും കഴിവിനെയും പ്രാപ്തിയെയും മാത്രമല്ല, പിന്നെ പോരായ്മകളെയും കഴിവുകേടുകളെയും കൂടിയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അയാളില് അതും ഇല്ലേ? അങ്ങനെയുള്ള പോരായ്മകളെയും കുറവുകളെയും കഴിവുകേടുകളെയും കൂടി ഞാൻ വിശ്വാസത്തിൽ എടുക്കേണ്ടേ? ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങള് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്ത് കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് ശരിക്കും നല്ലതാണ്. നമ്മുടെ എല്ലാം ബന്ധങ്ങളിലെ വലിയൊരു പോരായ്മയാണ്. ബന്ധങ്ങളൊക്കെ പതരുകയും തകരുകയും തളരുകയും ചെയ്യുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന വിധത്തില് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുകയല്ല, വാശി പിടിക്കുക. എന്നാൽ പകരം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരുടേതായ മികച്ച രീതിയിൽ ചെയ്യാൻ അവരെ അനുവദിക്കുക, അതിന് അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക. അതാണ് ശരിക്കും പരസ്പര വിശ്വാസത്തിലെ മാന്യത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരസ്പര വിശ്വാസമില്ലാത്ത ഒരു ജീവിതമാണോ ഭൂമിയിൽ എല്ലായിടത്തും? ദാമ്പത്യം മാത്രമല്ല, സാഹോദര്യമായാലും സൗഹൃദമായാലും ദൈവവിശ്വാസം എടുത്തു നോക്കിക്കേ, അങ്ങനെ ഒരു പരസ്പര വിശ്വാസമുണ്ട്. എന്നിൽ വിശ്വാസമുണ്ട് ദൈവത്തിന്, ഒരു സംശയമില്ല. ഈ ദൈവത്തിൽ എനിക്കെന്തുമാത്രം വിശ്വാസമുണ്ടെന്ന് കൂടിയാണ്, മനുഷ്യരിൽ എന്തുമാത്രം വിശ്വാസം ഞാൻ അർപ്പിക്കുന്നുണ്ടെന്ന് കൂടിയാണ് ഒന്ന് ഉറപ്പുവരുത്തണ്ടേ? നല്ല പുലരിയില് അത്തരം ചില കാര്യങ്ങളിലേക്ക് ഗൗരവമായ വിചാരത്തോടുകൂടി പ്രവേശിക്കാം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.